ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ അറ്റ് ന്യൂ ഹോം. അപ്പം ഞാൻ കുറേ നാൾ ഇതെടുത്ത് വെച്ചിട്ട് പക്ഷേ ഇടാനുള്ള ടൈമും വോയിസ് ഓവർ കൊടുക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ഡേ ആണ് കാണിക്കുന്നതെങ്കിലും തലേന്ന് നൈറ്റും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് കിച്ചൺ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകണം. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്പുവിനെ സ്കൂളിൽ വിടണം. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ബസ് വരും. അപ്പം അതിന് മുമ്പ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം. ഞാനെപ്പോഴും തലേന്ന് രാത്രി അരി ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് കുറച്ചുകൂടി ഈസി. പക്ഷേ ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെക്കും, രാവിലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വടിക്കും. അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പം ഞാൻ അരി അപ്പോൾ ആദ്യത്തെ ഡേ നമ്മൾ ബസ്സിൻ്റെ കാര്യങ്ങളും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത കാര്യങ്ങളൊന്നും സ്കൂളിൽ ഇൻഫോം ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ്, അപ്പോൾ ബസ് ചേഞ്ച് ആവുമല്ലോ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൊണ്ടാക്കി അവിടെ ബസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഇൻഫോം ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നൊരു ദിവസം കൊണ്ടാക്കുകയാണ്. എന്നിരുന്നാലും 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഇറങ്ങും. ഞാൻ കുറേ നാളായിട്ട് ഈ രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമല്ലാത്തത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കോ, അലാറം കേൾക്കോ, അലാറം വെച്ചാൽ എൻ്റെ കുട്ടി ഉണരോ ഒന്നും. വീട്ടിലാണെങ്കിലും ഞാൻ എഴുന്നേൽക്കുന്നതിന് തൊട്ട് പുറകെ അവൾ എഴുന്നേറ്റ് വരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് രാവിലത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ എനിക്കവിടെ പറ്റുമെങ്കിലും എടുത്താൽ മാത്രമേ എനിക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നാളെ ഇനി എന്ത് കറി ഉണ്ടാക്കണം, എന്ത് കാപ്പി ഉണ്ടാക്കണം, അതൊക്കെ ഇപ്പോഴേ ഡിസൈഡ് ചെയ്ത് വെക്കും. ഇല്ലെങ്കിൽ രാവിലെ എല്ലാം ഒരു ഹറിബറി ആയിട്ട് ആകും. ഇപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. എല്ലാ വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. എങ്കിൽ രാവിലെ എനിക്കെല്ലാം കൂടെ പാടാണ്. നമുക്ക് ടൈം കാണുമായിരിക്കും നേരത്തെ എഴുന്നേറ്റാൽ, പക്ഷേ എല്ലാം ഒരു ഹറിബറിയിൽ ചെയ്യുമ്പോൾ എനിക്ക് ആകെ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് തോരനാണ്, പിന്നെ കടലക്കറിയും പുട്ടുമാണ്. അപ്പോൾ അതിനുള്ള സവാള എല്ലാം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. ഇനി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കിടക്കണം. ഇന്ന് നൈറ്റിങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിടും കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു സമാധാനക്കേടാണ്. മാക്സിമം എനിക്ക് അത്രയും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചതുപോലെ എല്ലാം ക്ലീൻ ചെയ്തിട്ടേ കിടക്കുള്ളൂ. തീരെ വയ്യെങ്കിൽ അങ്ങ് ഇട്ടിട്ട് പോകും കേട്ടോ. പിന്നെ എനിക്ക് പുതിയ മീൻചട്ടി വാങ്ങി, അതിന് മെരുക്കി എടുക്കണമല്ലോ. അപ്പോൾ അരി വടിച്ച ആ വെള്ളം കഞ്ഞിവെള്ളത്തിലൊന്ന് തിളപ്പിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് തേയിലയിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. പക്ഷേ തേയിലയിട്ട് ഞാൻ തിളപ്പിക്കുന്നില്ല. കഞ്ഞിവെള്ളത്തിൽ കുറച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും മൺചട്ടി. അപ്പോൾ ഇന്നത്തെ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ 7 മോർണിംഗ്, അതൊരു മൺഡേ ആണ്. അപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി വീട്ടിലേക്ക് വെളിച്ചം കയറട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. ഒത്തിരി നേരത്തെ ഒന്നും ഞാൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. കാരണം ഓൾറെഡി എല്ലാം അരിഞ്ഞു വെച്ചു. എത്ര മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് തീരും, അവനെ ഒരു 8:30 ഇറങ്ങിയാൽ 9 മണിക്ക് സ്കൂളിലെത്തും. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാനൊരു 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഇവിടെ ഒതുക്കലും കാര്യങ്ങളും തൂക്കലും തുടക്കലും ആയതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. എനിക്ക് പിന്നെ ഫാരഞ്ചൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദത്തിനൊരു ബുദ്ധിമുട്ട്. നല്ല ത്രോട്ട് പെയിനാണ്, നല്ല ശബ്ദം അടച്ചിരിക്കുകയാണ്, ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഭയങ്കര ഹെഡേക്കാണ്. രാവിലെ ഇവിടെ വെളിച്ചമൊന്നും ഇട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കർട്ടൻസൊക്കെ പൊക്കി വെച്ചാൽ തന്നെ ഓക്കെ ആവും. പിന്നെ അതേ ഞാൻ കിച്ചണിലേക്ക് കയറി ജസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് വന്നിട്ട് വേണം, എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് വേണം കിച്ചണിലേക്ക് കയറാനായിട്ട്. വാവയുണ്ടോയെന്ന് പേടിച്ച് കഥയൊക്കെ പതുക്കെയാണ് കേട്ടോ ഞാൻ തുറന്നത്. അടുത്ത് ഞാൻ ബ്രഷ് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേന് ഞാൻ ലൈറ്റൊക്കെ ഇട്ടു, എന്നാലും ഒന്ന് ഇച്ചിരി പ്രകാശത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായിട്ട് നേരെ കിച്ചണിലേക്ക്. ഇനി ഒരു ഓട്ടപ്പാച്ചിലാണ്, ഇനി നിൽക്കാൻ സമയമില്ലാത്ത ഓട്ടമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചായയും തന്നെ തുടങ്ങാം. ഇന്നലെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ആശ്വാസം എനിക്കുണ്ട്. എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ പറ്റും. പിന്നെ അവന് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഒരു 1/2 കവർ പാലേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ ചായ കുടിക്കുന്നത്. ഞാൻ അന്നക്കുട്ടിക്ക് പാല് അങ്ങനെയൊന്നും കൊടുക്കാറില്ല. അപ്പൂട്ടിന് ഞാൻ കൊടുക്കാറില്ലായിരുന്നു പാല്. 1 വയസ്സ് കഴിഞ്ഞിട്ടും ഞാനങ്ങനെ പാല്, പശുവിൻ പാലോ കവർ പാലോ ഒന്നും അങ്ങനെ പാലായിട്ട് കാച്ചി കൊടുക്കാറില്ല 2 പേർക്കും. ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. വേറൊന്നുമല്ല, ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ്. അപ്പോൾ കടല വേവാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് കടല ആദ്യമേ കുക്കറിലാക്കി വേവിക്കാൻ വെക്കാം. ഞാൻ തലേന്ന് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആരും വെള്ളക്കടല കഴിക്കില്ല, കറുത്ത കടല എല്ലാവരും കഴിക്കുള്ളൂ. അപ്പോൾ അതാണ് വാങ്ങാറ്. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ഇട്ട് ഉപ്പും കൂടെ ആവശ്യത്തിനിട്ട് നമുക്ക് വിസിലേക്കാൻ വെക്കാം. ഞാനൊരു 3 വിസിലൊക്കെ കേൾക്കും കേട്ടോ. 3-4 വിസിലൊക്കെ കേട്ടാലേ നന്നായിട്ട് ചിലപ്പോൾ വേവത്തുള്ളൂ. അപ്പോഴത്തേക്കും പാല് തിളച്ചു. പിന്നെ നമുക്ക് തേയിലപ്പൊടിയൊക്കെ ഇട്ട് ചായ സെറ്റാക്കി എടുക്കാം. പണ്ട് ഫുൾ ടൈം ചായ മാത്രമേ ഇവിടെ എല്ലാവരും കുടിക്കുകയുള്ളായിരുന്നു. ഇപ്പം കോഫിയും കൂടെ കുടിക്കും കേട്ടോ. കാരണം ഞാനൊരു കോഫി അഡിക്റ്റല്ലേ. അപ്പോൾ എനിക്ക് കോഫി ഇല്ലാണ്ട് ചില സമയം പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ ഈ ചായ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാൻ കെറ്റലിലോട്ടാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ എടുത്താൽ കുടിച്ചോളുമല്ലോ. എനിക്ക് തന്നെ ഇപ്പോൾ വന്ന് സെർവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ തന്നെ എടുത്താൽ കുടിച്ചോളും.
ശരിക്കും കോഫി കുടിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ കോഫി കുടിച്ചാൽ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ചായക്കാട്ട് എനിക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ആവുന്ന കോഫിയാണ് കേട്ടോ. അടുത്ത കണവക്കറിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. കണവ വറുത്തരച്ചാണ് ഇവിടെ വെക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോരനാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്താണ് കണവ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. തോരനാണോ കറിയാണോ എന്നുള്ളത്. എനിക്ക് പേഴ്സണലി തോരനോടാണ് ഭയങ്കര ഇഷ്ടം. തോരനാണ് എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വെക്കുന്നത്. പക്ഷേ എല്ലാവരും അത് കഴിക്കാത്തത് കൊണ്ട് നമ്മളെപ്പോഴും നമ്മളാണല്ലോ ലേഡീസാണ് എല്ലാത്തിനും സാക്രിഫൈസ് ചെയ്യേണ്ടതെന്ന് പണ്ട് മുതലേ ഉള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ഫോളോ ചെയ്യാറില്ല. എൻ്റെ ഇഷ്ടങ്ങളും ഞാൻ നടപ്പാക്കി എടുക്കാറുണ്ട്. അപ്പോൾ കണവക്കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. എനിക്കിപ്പോൾ എങ്ങനെ കഴിച്ചാലും ഞാൻ രണ്ട് രീതിയും കഴിക്കുന്നത് കൊണ്ട് എനിക്കിപ്പം കണവക്കറിയായാലും തോരനായാലും ഞാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോരനാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തേങ്ങ നന്നായിട്ട് വറുക്കും. വറുത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചി ഇട്ടാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ നല്ല മൂത്ത് വരുമ്പോൾ അതെടുത്ത് പൊടികളൊക്കെ ചേർത്ത് പുളിയൊക്കെ ചേർത്ത് അടിച്ചെടുത്തിട്ടാണ് കണവക്കറി വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റായിക്കോട്ടെ. നമുക്കിനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുഡിലേക്ക് കിടക്കാം. കുറേ നാളായി സ്വന്തമായിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ നനയിൽ അല്പം ഒന്ന് മാറിപ്പോയി കേട്ടോ. എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനിലും വെപ്രാളത്തിലും ഒക്കെ ഞാൻ നനച്ച് ഇച്ചിരി കൂടിപ്പോയി. കുറച്ച് നേരം വെച്ചിരുന്നെങ്കിലും എന്തോ ആകെ ഒരു അധിക പരുവത്തിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ മിക്സി എൻ്റെ രക്ഷകയായി. ഞാൻ കുറച്ച് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തപ്പോഴത്തേനും കുറച്ച് പൊടി കൊണ്ടിട്ട് അടിച്ചപ്പോഴത്തേനും കറക്റ്റ് പരുവത്തിൽ എനിക്ക് കിട്ടി കേട്ടോ. എല്ലാം ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞൊന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴാണ് സമയം അതിക്രമിച്ചു എന്ന് മനസ്സിലായത്. പിന്നെ എനിക്ക് ഓരോ സ്ഥലത്ത് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം വീഡിയോ എടുപ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ ഇത് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. തോരനായിട്ടുണ്ട്, കണവക്കറി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യണം. അപ്പൂട്ടിന് ഒരു 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി അപ്പൂട്ടിന് ഫുഡ് വാരി കൊടുക്കണം. ആൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോവാറ്. പിന്നെ വാരി കൊടുത്താൽ ഒരു 2 വാ കഴിക്കും. 2 വായെങ്കിൽ 2 വാ ആകട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിക്കരുത്. അങ്ങനെ അതും പാക്ക് ചെയ്തു. എൻ്റെ കടലക്കറി ഉണ്ടോ, നല്ല തിക്കായിട്ടുള്ള കടലക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കടല എടുത്ത് അടിച്ച് ലാസ്റ്റ് ചേർക്കാറുണ്ട് കേട്ടോ. അതാണ് അത്രയും തിക്നെസ്. എന്നിട്ട് ഞാൻ വാരി കൊടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിൽ അവൻ എന്നോട് സഹകരിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് അവർ ഇറങ്ങി. ഇനി അവരെ സ്കൂളിൽ കൊണ്ടാക്കി ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ അച്ചായി സെറ്റ് ചെയ്തോളും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും യാത്രയാക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ. അന്നക്കുട്ടി ഉണർന്നു. അപ്പോഴത്തേക്കും എൻ്റെ തോളിൽ കയറി ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോഴാണ് ഉമ്മ തന്നില്ല എന്ന് ഓർത്തിട്ട് തിരിച്ചു വരുന്നത്. അന്നക്കുട്ടി ഇപ്പോൾ കൈ ചെയ്ത് പോകും. അന്നക്കുട്ടി അതൊന്നും സഹകരിക്കുന്നില്ല കേട്ടോ. ഉറക്കപ്പിച്ചിലായതുകൊണ്ടാണ്. അങ്ങനെ അവർ കാറിൽ ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് പോയി. ഇനി ഞാനും അന്നക്കുട്ടിയും മാത്രം. അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ടാറ്റ ബൈ.